നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പടുത്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 6 തീയതി മുതൽ 8 തീയതി വരെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു പുതിയ IPOയുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇൻഡ്ജീൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണത്. ഇവർ ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ബയോടെക് കമ്പനികൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും എല്ലാം വേണ്ട തരത്തിലുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായ ടെക്നോളജി ഹെൽപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട്, റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കമ്പനിയാണ് ഇൻഡ്ജീൻ ലിമിറ്റഡ് എന്നുള്ളത്. ഇവർ 1841.76 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ റേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ഇൻഡ്ജീൻ ലിമിറ്റഡ് ഈ കമ്പനി ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും വളർന്നു വരുന്ന ബയോടെക് മെഡിക്കൽ ഡിവൈസസ് കമ്പനീസിനും എല്ലാം അവരുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനും അത് ലോഞ്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല ഈ റെഗുലേറ്റേഴ്സുമായിട്ട് മെഡിക്കൽ രംഗത്തുള്ള റെഗുലേറ്റേഴ്സുമായിട്ടുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ലൈസൻ കാര്യങ്ങളും എല്ലാം ചെയ്യുകയും R&D ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡ്ജീൻ ലിമിറ്റഡ് എന്നുള്ളത്. ഇൻഡ്ജീൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2023 ഡിസംബറിൽ അവസാനിക്കുന്ന ആ ഒരു വർഷക്കാലം അല്ലെങ്കിൽ 12 മാസക്കാലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അവർക്ക് 65ഓളം പ്രധാന കസ്റ്റമേഴ്സാണുള്ളത്. കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിവിജ്വൽസ് അല്ല, വലിയ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ബയോസയൻസ് കോർപ്പറേറ്റുകളാണ് അവരുടെ ക്ലയൻസ്. അപ്പോൾ അത്തരത്തിലുള്ള 65ഓളം ക്ലയൻസാണുള്ളത്. അതിലെ 27ഓളം ക്ലയൻസിൽ നിന്ന് അവർക്ക് ഏകദേശം 1 മുതൽ 10 മില്യൺ US$ വരെയാണ് റവന്യൂ ലഭിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു 5 ക്ലയൻസിൻ്റെ കയ്യിൽ നിന്നും 10 മുതൽ 25 ദശലക്ഷം US$ വരെ അവർക്ക് റവന്യൂ ലഭിക്കുന്നുണ്ട്. ഒരു 3 കസ്റ്റമേഴ്സിൽ നിന്ന് 25ലധികം മില്യൺ US$ വരുമാനമായിട്ട് ലഭിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രൊപ്രൈറ്ററി ടൂൾസും പ്ലാറ്റ്ഫോംസും ഇൻഡ്ജീൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള നെക്സ്റ്റ് എന്ന ബ്രാൻഡിലുള്ള ഇത്തരം ടൂൾസും പ്ലാറ്റ്ഫോംസും എല്ലാം തന്നെ ഈ ബയോ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൻ്റെയും മെഡിക്കൽ ഡിവൈസസിൻ്റെയും കൊമേഴ്ഷ്യലൈസേഷൻ ലൈഫ് സൈക്കിളിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനും അതിനെ എല്ലാ രീതിയിലും സഹായിക്കുന്നതിനും ഉപകരിക്കുന്നുണ്ട്. ടോട്ടൽ 1841.76 കോടി രൂപ റേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ 760 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്നത്. അതാണ് കമ്പനിയിലേക്ക് വരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 391.34 കോടി രൂപ അവരുടെ ഒരു സബ്സിഡിയറി ഉണ്ട്. അതായത് ILSL ഹോൾഡിങ്സ് എന്നുള്ള പേരിൽ അവരുടെ ചില കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആ പണം ഉപയോഗിക്കുന്നുണ്ട്. ഒരു 102.92 കോടി രൂപ അവരുടെ മറ്റൊരു സബ്സിഡിയറി ആയിട്ടുള്ള ഇൻഡ്ജീൻ INC എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് അവരുടെ ജനറലായിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ചൊരു പ്രൊമോട്ടറുടെ പേരെടുത്ത് പറയാനില്ല. പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ എടുത്തു പറയാനായിട്ട് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് പറയാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫാക്ടേഴ്സ് ചില ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 13.48 ആയിരിക്കും. പോസ്റ്റ് ഇഷ്യൂ ആണ് പറയുന്നത്. P റേഷ്യോ അതുപോലെ തന്നെ 31.9, അതുപോലെ 33.53 പോസ്റ്റ് ഇഷ്യൂ 33.53 ആയിരിക്കും. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ 25.02% ആണ്. NAV 47.82 പെർ ഷെയർ എന്നുമാണ് കാണിക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ കൂട്ടത്തിൽ 2.39 crores ഓഫ് ഷെയർസ് ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് വിറ്റഴിക്കുന്നുണ്ട്. അതായത് 1081.76 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഇങ്ങനെ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CA ഡൗൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്
പിന്നെ കാർലൈൽ ഗ്രൂപ്പ്, ബ്രിങ്ടൺ പാർക്ക് ക്യാപിറ്റൽ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഇതിൽ പൈസ നേരത്തെ മുടക്കിയവരാണ്. അവർ ഇതിനോടൊപ്പം കുറച്ച് ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇൻഡിവിജ്വൽസ്, മനീഷ് ഗുപ്ത, രാജേഷ് ഭാസ്കരൻ നായർ, അനിത നായർ തുടങ്ങിയ ഇൻഡിവിജ്വൽസും ഇക്കൂട്ടത്തിൽ കുറച്ച് ഓഹരികൾ അവരുടെ കൈവശമുള്ളത് വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നദർ ഫിയസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അവരുടെ കൈവശം ഇപ്പോൾ 23.64% ഓഹരികളാണുള്ളത്. CA ഡൗൺ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കൈവശം 20.42% ഓഹരികളും ബ്രിങ്ടൺ പാർക്ക് ക്യാപിറ്റലിൻ്റെ കൈവശം 12% ഓഹരികളുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലിങ്കിൻ ടൈം ഇന്ത്യയാണ് ഇതിൻ്റെ രജിസ്ട്രാർ. പിന്നെ ലീഡ് മാനേജേഴ്സ് കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഇന്ത്യ, പിന്നെ JP മോർഗൻ, നുവാമ ഫിനാൻഷ്യൽ അഡ്വൈസറീസ്, ഇവരൊക്കെയാണ് ലീഡ് മാനേജേഴ്സ്. മികച്ച ഫിനാൻഷ്യൽ കണക്കുകളാണ് ഇൻഡിജീനുള്ളത്. റവന്യൂ നോക്കുകയാണെങ്കിൽ തന്നെ 2022 നോക്കുക 1690.5 കോടി രൂപയാണ് റവന്യൂ വന്നിരിക്കുന്നത്. അടുത്ത വർഷമായപ്പോഴത്തേക്ക് 2364.1 എന്നുള്ള ലെവലിലേക്ക്, അതായത് 39.85% വളർച്ചയാണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. നെറ്റ് ഇൻകത്തിൽ, അതായത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 162.82 കോടി രൂപയാണ് 2022 അവരുടെ അറ്റാദായമായിട്ട് കാണുന്നതെങ്കിൽ, അടുത്ത വർഷമായപ്പോഴത്തേക്കും അത് 63.43% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 266.1 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡിജീൻ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇൻഡിജീൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുന്നവർ ചോദിക്കാം. മെയ് 6 മുതൽ 13 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 430 രൂപ മുതൽ 452 രൂപ വരെയാണ്. ഇതിൽ ഇവരുടെ എംപ്ലോയീസിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 30 രൂപ ഒരു ഷെയറിന് വെച്ചിട്ട് ഡിസ്കൗണ്ട് എംപ്ലോയീസിന് കിട്ടും, ബാക്കിയുള്ളവർക്കില്ല. ഫ്രഷ് ഇഷ്യൂ 760 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.39 crores ഓഫ് ഓഹരികളാണ് വിറ്റഴിക്കപ്പെടുന്നത്. അങ്ങനെ 1081.76 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിലാണ്. ടോട്ടൽ അപ്പോൾ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 1841.76 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 33 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 14 മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിഗ് HNI കാറ്റഗറിയിലാണെങ്കിൽ 68 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. ഫേസ് വാല്യൂ 2 രൂപയേ ഉള്ളൂ ഈ ഓഹരിക്ക്. അതിനാണ് 452 രൂപ പ്രൈസ് ബാൻഡിൻ്റെ അപ്പർ ബാൻഡ് വന്നിട്ടുള്ളത്. റീറ്റെയിൽ അലോക്കേഷൻ 35% ഉണ്ട്. അത് മെയ് 9 ആയിരിക്കും അലോക്കേഷൻ വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അവർ ലിസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും മെയ് 13 ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു റീസണബിളി പ്രൈസ് ആയിട്ടുള്ള ഏണിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഹരി തന്നെയാണ്. ഇതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇഷ്യൂ കഴിയുമ്പോൾ 47.85 കോടി രൂപയായിരിക്കും. മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിൽ 10,814.07 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇവരിപ്പോൾ ഇതുവരെ ഡിവിഡൻ്റ് ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല, ബോണസും ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ യുണീക്ക് ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ് കമ്പനിയുടെ ഉള്ളത്. അതുപോലെ തന്നെ അവർ വെർച്വൽ മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ 98% റവന്യൂവും ഗ്ലോബലിയാണ് വരുന്നത്. ഗ്ലോബലിയാണ് അവരുടെ 98% റവന്യൂവും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് യാതൊരു മടിയും വേണ്ട. വളരെ നല്ല കമ്പനിയാണ്. ലോങ് ടേം ആൾക്കാർക്ക് മാത്രമല്ല, ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇൻഡിജീൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷം കേട്ടല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് അയച്ചു കൊടുത്ത് മാക്സിമം വീഡിയോയെ സപ്പോർട്ട് ചെയ്യാനും മടിക്കണ്ട. നമുക്കിനി മറ്റൊരു IPOയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണണം. അതുവരെ ബൈ.